ഹായ് ഗായ്സ്. അങ്ങനെ ദേവയാനി നയനെ ഓഫീസിലേക്കൊക്കെ പറഞ്ഞു വിടുകയാണ് കേട്ടോ. അതിനുശേഷം ദേവയാനി അനാമികയുടെ വായിൽ നിന്ന് തന്നെ സത്യം അറിയുന്നുണ്ട്. പാലിൽ വിഷം ചേർത്തത് അനാമികയും രേവതിയും കൂടിയാണെന്നുള്ള കാര്യം. ആട്ടിയിറക്കാണ് രണ്ടുപേരെ അവിടെ നിന്ന്. ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നയനയോട് ദേവയാനി പറയുന്നുണ്ട്, ഇനിയിപ്പം നീ ഓഫീസിലേക്കൊക്കെ പോയിക്കോളൂ. കാരണം അവിടെ ഒരു ചീഫ് ഡിസൈനറിൻ്റെ വേക്കൻസി ഉണ്ടല്ലോ. നീ അവിടെ പോയി ഡിസൈൻ ചെയ്തോ. നിൻ്റെ ഡിസൈനുകൾക്കൊക്കെ ഭയങ്കര ഡിമാൻഡാണെന്നല്ലേ പറച്ചിൽ. അപ്പം നയന പറയണ, വേണ്ടമ്മേ, ഞാൻ പോകുന്നില്ല. ഇപ്പോൾ അമ്മയ്ക്കും വയ്യാതിരിക്കുന്ന ഈ സമയത്ത് അമ്മ ഒറ്റയ്ക്ക് ഇവിടെ അടുക്കളയിലൊക്കെ. അപ്പോൾ ദേവയാനി പറയാണ്, ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, അനാമികയും ജലജയും ജാനകിയും ഒക്കെ ഉണ്ടല്ലോ, അവരെന്നെ സഹായിച്ചോളും. നീ ഇല്ലാതിരുന്ന സമയത്ത് അവരല്ലേ ഇവിടെ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. നീ വന്നാൽ അവർ മടി പിടിച്ച് ഒരു മൂലയിൽ ഇരിക്കുകയേ ഉള്ളൂ. അതുകൊണ്ട് നീ ഓഫീസിൽ പോയി വർക്ക് ചെയ്തു എന്ന് പറയാണ്. അപ്പം നയനയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ. നയന മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അടുക്കൽ ചെന്നിട്ട് പറയുന്നുണ്ട്, മുത്തശ്ശ, അമ്മ എന്നോട് പറഞ്ഞു അടുത്ത ദിവസം മുതൽ ആദർശേട്ടൻ്റെ കൂടെ ഞാനും ഓഫീസിലേക്ക് പോയിക്കോളാൻ. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, ആഹാ, അത് നല്ലൊരു കാര്യമാണല്ലോ മോളെ. ദേവയാനിക്ക് വൈകിട്ടാണേലും ഇങ്ങനെയുള്ള ബുദ്ധിയൊക്കെ തോന്നി തുടങ്ങിയല്ലോ. ദൈവത്തിന് നന്ദി എന്ന് പറയാണ്. അപ്പോൾ നയന പറയുന്നുണ്ട്, ഞാനിപ്പോൾ പോണോ മുത്തശ്ശ? അതെന്താ മോളെ, നിനക്ക് എന്തെങ്കിലും വയ്യായിക തോന്നുന്നുണ്ടോ? നിൻ്റെ ക്ഷീണമൊന്നും മാറിയില്ല എന്നുണ്ടോ? അപ്പം നയന പറയുന്നുണ്ട്, ഏയ് അതൊന്നും അല്ല മുത്തശ്ശ, അതൊക്കെ നന്നായി മാറി. എനിക്കിപ്പം വലിയ ക്ഷീണവും പ്രശ്നങ്ങളും ഒന്നും ഇല്ല. പിന്നെ അമ്മയ്ക്കും ക്ഷീണവും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളതല്ലേ. അമ്മ ഇവിടെ തനിച്ചാവുമ്പോൾ അടുക്കളയിലെ ജോലികളെല്ലാം കൂടുതലും അമ്മ തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ ഓഫീസിലേക്ക് പോകണോ? അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അതിന് ദേവയാനി ഒറ്റയ്ക്കല്ലല്ലോ ഇവിടെ ജോലി ചെയ്യാനുള്ളത്. വേറെ 3 പെണ്ണുങ്ങൾ കൂടി ഇല്ലേ, അവരും കൂടി ചെയ്യട്ടെ. നീ ഇല്ലാതിരുന്ന സമയത്തും അവരെ അടുക്കളയിൽ കയറി എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയത്. നീ വന്നതിന് ശേഷമാണ് അവർക്ക് ഈ മടി തുടങ്ങിയത്. ജാനകിയും ജലജയും ഒന്നും അടുക്കളയിലേക്ക് അടുക്കാറേ ഇല്ല. ഇപ്പോൾ ചെയ്യട്ടെ, അനാമികയുണ്ടല്ലോ, അവളും ഇവിടെ വെറുതെ ഇരിക്കുകയല്ലേ എന്ന് പറയാണ്. അപ്പോൾ നയന വീണ്ടും പറയുന്നുണ്ട്, എന്നാലും മുത്തശ്ശ, അമ്മ ഇങ്ങനെ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചേ ഇല്ല. അപ്പം മുത്തശ്ശൻ പറയാണ്, നിനക്കിപ്പോൾ സന്തോഷമായില്ലേ? ദേവയാനി നിന്നെ അംഗീകരിക്കുന്നില്ല എന്നൊരു വിഷമമല്ലായിരുന്നോ നിനക്ക്? ഇപ്പം ദേവയാനി നിന്നെ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പുറമേ കാണിക്കുന്ന ഈ ഗൗരവമൊക്കെ വെറുതെയാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ ദേവയാനി നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിൻ്റെ രക്തമല്ലേ അവളുടെ സിരകളിൽ ഒഴുകുന്നത്. അതുകൊണ്ട് പിന്നെ അങ്ങനെ അല്ലാതായി തീരാൻ അവൾക്കാവോ? അപ്പോൾ നയനിയും പറയാണ്, ശരിയാണ്, എനിക്കിപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ആദർശേട്ടനും അതുപോലെ അമ്മയും ഒക്കെ എന്നെ മനസ്സിലാക്കിയല്ലോ. ഇനിയിപ്പം എന്തിനും ഞാൻ തയ്യാറാണെന്ന് പറയാം. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്നാൽ നാളെ മുതൽ ഓഫീസിൽ പോകാൻ നീ റെഡി ആയിക്കോ. ആ ആദർശിൻ്റെ കൂടെ നിനക്ക് എന്ന് ഓഫീസിലേക്ക് പോകാമെന്ന് പറയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നയന റെഡിയായിട്ട് വരികയാണ് കേട്ടോ ഓഫീസിലേക്ക് പോകാൻ ആദർശിനൊപ്പം. അപ്പോൾ ദേവയാനിക്ക് സന്തോഷമാകുകയാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ജലജയും ജാനകിയും അനാമികയും കൂടെ ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുക, ഇവളിപ്പോൾ എങ്ങോട്ടാണ് ഈ കെട്ടിയൊരുങ്ങി പോകുന്നത് എന്ന് ജലജ ചോദിക്കുക. അപ്പോൾ നയന പറയുന്നുണ്ട്, ഞാൻ ഓഫീസിലേക്ക് പോവാണ്, അവിടെ ഒരു ഡിസൈനറിൻ്റെ വേക്കൻസി ഉണ്ടല്ലോ, അങ്ങോട്ട് ഞാൻ പോവുകയാണെന്ന് പറയാനും. ഓഹോ, നീ ഓഫീസിലേക്ക് പോവുകയാണോ? അതെന്താ നയനെ അങ്ങനെ? ഇപ്പോൾ ഞങ്ങളാരും അറിഞ്ഞില്ലല്ലോ. നിന്നെ ഓഫീസിലേക്ക് വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ ആര് ചെയ്യും? ഏട്ടത്തി അറിഞ്ഞിട്ട് തന്നെയാണോ നീ പോകുന്നത് എന്ന് ചോദിക്കുകയാണ് ജാനകി. അപ്പം നയന പറയുന്നുണ്ട്, അതെ, അമ്മ എന്നോട് ഓഫീസിലേക്ക് പോയിക്കോളാൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പോകുന്നത് എന്ന് പറയാണ്. അപ്പോൾ അനാമികയ്ക്ക് അത് ഒട്ടും പിടിക്കുന്നില്ല. ആഹാ, ഇത് കൊള്ളാമല്ലോ, അമ്മായിയമ്മയും മരുമോളും ഒത്തോണ്ടുള്ള കളിയാണല്ലേ. നീ ഇവിടുന്ന് ഓഫീസിൽ പോയാൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആര് നോക്കും? ഞങ്ങൾക്ക് ഇവിടെ കിടന്ന് പണിത് മരിക്കാനൊന്നും പറ്റില്ല. അത് തന്നെയല്ല, എനിക്ക് ഈ അടുക്കളപ്പണിയൊന്നും ചെയ്ത് ഒരു ശീലവും ഇല്ല. അതുകൊണ്ട് നീ തൽക്കാലം ഓഫീസിലേക്ക് പോകണ്ട. അപ്പോൾ ദേവയാനി അങ്ങോട്ട് വരികയാണ് കേട്ടോ. ദേവയാനി പറയുന്നുണ്ട്, എന്താ അനാമികയെ, ഞാൻ പറഞ്ഞിട്ടാണ് അവൾ ഓഫീസിലേക്ക് പോകുന്നത്. അത് പോകണ്ടെന്ന് പറയാൻ നീ ആരാ എന്ന് ചോദിക്കുകയാണ്. അതും വല്യമ്മയ്ക്ക് അറിയില്ലേ ഇവളുടെ കാര്യം? ഇവളിവിടെ ഇല്ലാതിരുന്ന ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്താവും? ഇപ്പം എന്തിനാ ഇവളെ കെട്ടി എഴുന്നള്ളിച്ച് ഓഫീസിലേക്ക് വിടുന്നത്? അപ്പം ദേവയാനി പറയാണ്, അവൾ ഓഫീസിൽ പോകണം, അവിടെ ഒരു ചീഫ് ഡിസൈനറിൻ്റെ വേക്കൻസി ഉണ്ട്. നമ്മുടെ കമ്പനിക്ക് ഒരുപാട് ലാഭം ഉണ്ടാകുന്നുണ്ട് ഇവളുടെ ഡിസൈനുകൾ. അതുകൊണ്ട് ഇവൾ ഓഫീസിലേക്ക് പോയിക്കോട്ടെ എന്നുള്ളത് എൻ്റെ തീരുമാനമാണ് എന്ന് പറയണം. അപ്പോൾ അടുക്കളയിൽ കിടന്ന് ആര് കഷ്ടപ്പെടുമെന്നാ എന്ന് ചോദിക്കുക ജലജ. അപ്പം ഉടനെ തന്നെ പറയുകയാണ് ദേവയാനി,
നമ്മളില്ലേ 4 പെണ്ണുങ്ങൾ, ജലജയുണ്ട്, ജാനകിയുണ്ട്, അനാമികയുണ്ട് എന്ന് പറയുമ്പോൾ അനാമിക പറയാണ്, എനിക്ക് പണിയൊന്നും ചെയ്ത് ശീലമില്ല. അതൊക്കെ ശീലമാകും, ഞാൻ പറഞ്ഞില്ലേ, അറിയാത്ത പണി ചെയ്യാതിരുന്നാൽ പിന്നെ എങ്ങനെ അനാമിക അത് ശീലമാകുന്നത്? നിങ്ങൾ പൊക്കോ മക്കളെ എന്ന് പറയാണ് കേട്ടോ ദേവയാനി ആദർശിനോടും നയനയോടും. അങ്ങനെ ആദർശിൻ്റെ കൂടെ നയന പോവാണ്. ഇത് കണ്ടിട്ട് അനാമികയ്ക്ക് ഒട്ടും സഹിക്കുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ് വേറൊരു ദിവസം ആദർശിന് രാവിലെ ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ ആദർശിന് വളരെ നേരത്തെ തന്നെ പോയിരിക്കുകയാണ്. നയനയാണെങ്കിൽ പോകാനായിട്ട് ഒരുങ്ങി ഇറങ്ങിയിരിക്കുക. എന്നിട്ട് ഒരുപാട് ഓട്ടോയും ടാക്സിയും എല്ലാം വിളിക്കുന്നുണ്ട്. പക്ഷെ വണ്ടിയൊന്നും കിട്ടുന്നില്ല. നയനയുടെ സമയമാണെങ്കിൽ പോവുകയും ചെയ്തു. ആ സമയത്ത് അവിടുന്ന് ഇറങ്ങി വരുന്നുണ്ട് ജാനകിയും ജലജയും കൂടി. എന്നിട്ട് അവർ ചോദിക്കുന്നുണ്ട്, എന്താടി ഇതുവരെ പോയില്ലേ ഉദ്യോഗസ്ഥ ഓഫീസിൽ? അപ്പം നയന പറയാണ്, ഞാൻ വണ്ടിയൊക്കെ വിളിച്ചിട്ട് ഒരു വണ്ടി പോലും കിട്ടുന്നില്ല, അതുകൊണ്ട് ഇവിടെ നിൽക്കുകയായിരുന്നു എന്നിങ്ങനെ പറയാണ്. അപ്പോഴേക്കും അനാമിക അവിടെ എത്തുകയാണ്. എം ഡിയുടെ ഭാര്യയല്ലേ കൊച്ചമ്മ, അവർക്ക് എപ്പോൾ വേണേലും ചെന്നാൽ മതിയല്ലോ, 10 മണിക്കോ 12 മണിക്കോ എപ്പോൾ വേണേലും ഓഫീസിൽ പോകാമല്ലോ എന്ന് പറയുമ്പം നയന പറയാണ്, അതുകൊണ്ടല്ല, വണ്ടിയൊന്നും കിട്ടാത്തത് കൊണ്ടാണ്. അപ്പോൾ ഉടനെ ജലജ പറയാണ്, എടി എന്നാണ് ഈ വണ്ടിയൊക്കെ ഉണ്ടായത്? വണ്ടി ഇല്ലാത്തവരും ഓഫീസിൽ പോകുന്നില്ലേ, നടന്നങ്ങ് പോകണം എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ നയനയിട്ട് കളിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ നവ്യ അങ്ങോട്ട് വരുന്നുണ്ട്. നവ്യ പറയാ, നയന ഈ സമയത്ത് നീ വണ്ടി വിളിച്ച് ഏതെങ്കിലും വണ്ടി കിട്ടുമോ? എല്ലാം ഭയങ്കര തിരക്കുള്ള സമയമല്ലേ, അതുകൊണ്ടാണ് എന്ന് പറയാണ്. എന്നിട്ട് ജലജയോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഓഫീസിൽ പോയിൻ്റെ പടി പോലും കാണാൻ പറ്റുന്നില്ല, എന്നിട്ട് പിന്നെ എന്തിനാ നിങ്ങൾ ഇവളെ കളിയാക്കുന്നത്, മിണ്ടാതിരിക്കുക എന്ന് പറയാണ്. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് വരികയാണ് കേട്ടോ ദേവയാനി ചോദിക്കുന്നുണ്ട് പ്രശ്നം. അപ്പോൾ നയന പറയാണ്, വണ്ടിയൊന്നും കിട്ടിയില്ല, ഈ സമയത്ത് ഒരുപാട് വണ്ടി വിളിച്ചു, ഒന്നും വന്നില്ല എന്ന് പറയുക. അപ്പോൾ ദേവയാനി പറയാണ്, എന്തിനാ നീ വണ്ടിയൊക്കെ വിളിക്കുന്നേ, ഇവിടെയല്ലേ കാറ് കിടക്കുന്നത്, ആ കാറും ഡ്രൈവറും ഇവിടെയുണ്ട്, അതെടുത്തിട്ട് നീ പോയിക്കോ എന്ന് പറയുമ്പം അത്ഭുതപ്പെട്ടു പോവുകയാണ് നയന. ഇതെല്ലാം കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. ജലജയപ്പം ചോദിക്കുന്നുണ്ട്, ഇവളെ കാറേ വിടാനാണോ ഇടത്തിയുടെ ഭാവം? അതെന്താ, അവൾക്ക് കാറിൽ പോയിക്കൂടെ, ഈ വീട്ടിലെ കാറല്ലേ, ഇവിടെയുള്ളവർക്ക് ഉപയോഗിക്കാനുള്ളതല്ലേ എന്ന് പറഞ്ഞ് താക്കോല് കൊടുക്കുകയാണ് ദേവയാനി. എന്നിട്ട് പറയാണ്, ഡ്രൈവറെ വിളിച്ച് നീ പോയിക്കോ, ഇനിയിപ്പം ആദർശില്ലാത്ത എല്ലാ ദിവസവും ഈ കാറിൽ നീ പോയാൽ മതി, നിനക്ക് സ്വന്തമായിട്ടാണ് എന്ന് പറയുകയാണ്. അപ്പോൾ അത് അനാമികയ്ക്ക് ഒട്ടും അങ്ങ് പിടിക്കുന്നില്ല കേട്ടോ. എന്തൊരു കഷ്ടമായത് എന്നിങ്ങനെ വിചാരിക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ കാറാണ് അവൾക്ക് കൊടുത്തു വിടുന്നത് എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുക. ഓടിപ്പോയി അനാമിക രേവതിയെ വിളിക്കുകയാണ്. എന്നിട്ട് ഈ വിവരങ്ങളെല്ലാം പറയാണ്. അമ്മേ, ഇപ്പോൾ ദേ ആ നയന ഓഫീസിൽ പോകുന്നത് ഇവിടുത്തെ കാറില, 50 ലക്ഷം രൂപ വിലയുള്ള കാറാണ് അവൾക്ക് കൊടുത്ത് വിട്ടിരിക്കുന്നത്. നമ്മുടെയൊക്കെ ഒരു അവസ്ഥ നോക്കണേ. ഇപ്പം വല്യമ്മയ്ക്ക് വലിയ ഇഷ്ടം അവളെ, എന്ത് എടുത്ത് തലയിലാണ് വയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസം വല്യമ്മയെ അപ്പച്ചിയെ കൊടഞ്ഞിട്ട് നയനയെ കുറ്റപ്പെടുത്തിയതിന് അപ്പച്ചിയെ എന്തെല്ലാം പറഞ്ഞെന്നറിയാവോ? ഇക്കണക്കിന് നമ്മളാണ് ആ പാലിലെങ്ങാനും വിഷം ചേർത്തതെന്ന് അറിഞ്ഞാൽ അവർ പിന്നെ നമ്മളെ വെച്ചേക്കുമോ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ദേവയാനി അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. പാലിൽ വിഷം ചേർത്തത് നമ്മളാണെന്ന് അറിയൂ എന്ന് പറഞ്ഞത്. ദേവയാനി ഒന്നും മിണ്ടാതെ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയാണ്. രേവതി പറയുന്നുണ്ട്, ഞാൻ അടുത്ത ദിവസം അങ്ങോട്ട് വരാം മോളെ, എന്നിട്ട് നമുക്ക് ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കാം, ഇങ്ങനെ വിട്ടാലും പറ്റില്ലല്ലോ. അങ്ങനെ രേവതി പിറ്റേ ദിവസം അവിടെ വരികയാണ്. രേവതി വരുമ്പോൾ തന്നെ അങ്ങോട്ട് ചെല്ലുന്നുണ്ട് നമ്മുടെ ദേവയാനി. എന്നിട്ട് പറയാണ്, നിക്ക് രേവതി, ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. നിങ്ങളാണോ ആ പാലിൽ വിഷം ചേർത്തത്? അപ്പോൾ ഞെട്ടിപ്പോവാണ് അവർ. അപ്പോൾ പറയുന്നുണ്ട്, ഞങ്ങളൊന്നുമല്ല, ഞങ്ങളെന്തിനാ പാലിൽ വിഷം ചേർക്കുന്നത്? അല്ല, നിങ്ങളാണോ പാലിൽ വിഷം ചേർത്തതെന്നാണ് ചോദിച്ചതെന്ന് എന്ന് പറയുമ്പം രേവതി പറയാണ്, അതെ, ഒരബദ്ധം പറ്റിപ്പോയി. അതെന്താന്ന് വെച്ചാൽ ദേവേടത്തി കുടിക്കുമെന്ന് വിചാരിച്ചല്ല ഞങ്ങളത് ചെയ്തത്. നവ്യയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാനാ അവൾ വല്ലാതങ്ങ് നെകളിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പാലിൽ വിഷം ചേർത്ത് ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയാണ് വെച്ചത്. അബദ്ധത്തിലാണ് ഏടത്തി അത് കുടിച്ചത്. അത് കേൾക്കുമ്പം ദേഷ്യം വരുവാണ് കേട്ടോ ദേവയാനിക്ക്. ദേവയാനി പറയാണ്, എന്താടി ദുഷ്ടക്കൂട്ടങ്ങളെ നിങ്ങൾ പറഞ്ഞത്? ആ കുഞ്ഞിനെ കൊല്ലാനോ, വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കൊല്ലാനാണോ നിങ്ങൾ പാലിൽ വിഷം ചേർത്തത്? ഇനി നിങ്ങളോട് ക്ഷമിക്കുന്ന പരിപാടിയില്ല. ഇതുപോലെ പല കള്ളത്തരങ്ങളും അനാമിക ഇവിടെ ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാം ക്ഷമിച്ചു. ഇനി നിങ്ങൾക്ക് മാപ്പില്ല. ഇത്രയും വലിയ ദുഷ്ടത്തരം ചെയ്ത രണ്ടും ഈ നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം. ദേവതി പോകുമ്പോൾ മകളെ കൂടി കൂട്ടിക്കൊണ്ട് ഇവിടുന്ന് പോകാൻ മറക്കരുത് എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുകയാണ് കേട്ടോ ദേവയാനി. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്